ഒരു അധ്യാപികയുടെ മകനാണ് ഷൈൻ. അതുകൊണ്ടാണ് ഈ ഭാഷയോടും മലയാള അക്ഷരങ്ങളോടും. മമ്മി ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഇംഗ്ലീഷ് ടീച്ചർ. ഷൈനെ കുറിച്ച് പറയുമ്പം ഷൈൻ ഇവിടെ എത്തിപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. ഷൈന് ഇന്നലെ കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു വേണ്ട, ഞാൻ കോഴിക്കോട് നിന്ന് ട്രെയിനിൽ വരാം. അവസാനം ഇന്ന് ഇവിടെ റോഡ് മാർക്ക് ഇവിടെ നമ്മുടെ ഈ സമയത്തേക്ക് ഓടിപ്പിടച്ചെത്തിയിരിക്കുകയാണ്. പക്ഷേ അതിന് പലപ്പോഴും ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളുണ്ട്. അതുപോലെ ഷൈൻ്റെ ഒരു വരച്ച വരയിൽ പോകുന്ന ഒരു സ്റ്റൈലല്ല ഷൈൻ്റെത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ ഷൈൻ പറയാം അതിനെപ്പറ്റി? വരച്ച വര നമ്മൾ എത്ര വരച്ചാലും നടക്കാറില്ല. നമ്മൾ വരയ്ക്കും, വെള്ളത്തിൽ വരയ്ക്കുന്ന വരകളായിരിക്കും. കാരണം നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നത് തന്നെ അച്ഛനമ്മേനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പ്ലാൻ ചെയ്ത് അച്ഛനമ്മമാർക്ക് മക്കളെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ആകെ കൂടി സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ പാർട്ട്നേഴ്സിനെയാണല്ലോ. അത് പലപ്പോഴും എൻ്റെ രീതിയിൽ തെറ്റി പോവാറുണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അധികം. പിന്നെ ട്രെയിൻ വഴിയാണ് വന്നത്. ട്രെയിനിലാണ് വന്നത്. കൊച്ചുവേളി എക്സ്പ്രസ്സിൽ അവിടെ പോയി ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഈ ഒറിജിനൽ ഷൈൻ എന്ന് പറഞ്ഞാണല്ലോ പരിപാടിയുടെ പേര്. ഈ ഒറിജിനലിൻ്റെ മലയാളം എന്താ? അല്ല, ഒറിജിനൽ എന്ന് പറഞ്ഞ ഷൈൻ ഒരു കാര്യമുള്ളൂ. നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന അല്ല ഒറിജിനൽ എന്ന വാക്കിൻ്റെ മലയാളം ഒറിജിനൽ യഥാർത്ഥത്തിൽ മറകളില്ലാത്ത ഷൈൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന കഥാപാത്രമാണല്ലോ നമ്മൾ കാണുന്നത്. ഓക്കെ, അല്ലല്ലോ റിയൽ ലൈഫിലും ഒരു കഥാപാത്രമാണ് നിങ്ങൾ കാണുന്നത്. കഥാപാത്രമായിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലെയല്ല എൻ്റെ മുറിയിലിരിക്കുന്നതും എൻ്റെ കൂട്ടുകാരുടെ ഇടയിലിരിക്കുന്നതും വീട്ടിലിരിക്കുന്നതും ഇപ്പോൾ കുറച്ച് നിയമത്തിൻ്റെ ഇടയിലിരിക്കുന്നതും നിയമത്തിൽ പെട്ടിരിക്കുന്നതും ഒക്കെ വ്യത്യാസമാണ്. എല്ലായിടത്തും ഒരു മറയുണ്ട്. ആ മറ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ മറയ്ക്കാനും മറഞ്ഞു നിൽക്കാനൊക്കെ തുടങ്ങുന്നത് പാപം ചെയ്ത് തുടങ്ങുമ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടില്ലേ? ഏദൻ തോട്ടത്തിൽ. അതിനെയാണ് ഈ മറ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പം മറയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാവും അല്ലേ? ആക്ച്വലി അപ്പം മറയില്ലാതിരിക്കുന്നത് ദൈവങ്ങൾക്കാണല്ലോ. അപ്പോൾ ഈ യഥാർത്ഥമായി എന്ന് പറയുമ്പോൾ ഒറിജിനൽ. ഇത് ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഇതൊരു മലയാള ഭാഷയെ പരിപോഷിക്കാനും കൂടിയിട്ടുള്ളൊരു പരിപാടി. പക്ഷെ ഇതിൻ്റെ ഹെഡിങ് തന്നെ ഇത് ഒറിജിനൽ. മാതൃഭൂമി ഇംഗ്ലീഷിൽ, ഇത് ഇംഗ്ലീഷിൽ. ഇവിടെയുള്ള ഈ ബുക്ക്ലെറ്റ് കിട്ടിയ എല്ലാ ഹെഡിങ്ങും ഇംഗ്ലീഷിൽ. അറിയില്ല അല്ലേ? ഈ കാ എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യ വ്യഞ്ജന കക്ക ഗംഗങ്ങ ചച്ച ചഞ്ചഞ്ഞ തട്ടടണ്ടെണ്ണ തത്തദന്തെന്ന പപ്പ. ഇത് ഓർക്കാനുള്ള ഒരു എളുപ്പവഴിയുണ്ട്. കജടതപ്പ എന്ന് പറയും നമ്മൾ. ഖജടതപ്പ അതാണ് അതിൻ്റെ ഓർഡർ. അതിൽ കാണ് തുടങ്ങുന്നത്. കള്ളം പറയരുത്, കക്കരുത്. പിന്നെന്താണ് അതിൻ്റെ കൂടെ? ഒരുപാട് വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇപ്പം അത് നമുക്ക് വിടാം. സത്യമൊക്കെ നമുക്ക് ഇടാം. യഥാർത്ഥ ഒരു അധ്യാപികയുടെ മകനാണ് ഷൈൻ. അതുകൊണ്ടാണ് ഈ ഭാഷയോടും മലയാള അക്ഷരങ്ങളോടും. മമ്മി ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഇംഗ്ലീഷ് ടീച്ചർ. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. കാരണം ഈ ഇംഗ്ലീഷിൻ്റെ സ്വാധീനം നമുക്ക് വരുന്നത് ബ്രിട്ടീഷുകാർ വരുന്ന വഴിയാണല്ലോ. നമ്മൾ അവരുടെ അടിമകളായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നു. ഇപ്പം ഏറ്റവും അടുത്ത് റിപ്പബ്ലിക് ദിനം കഴിഞ്ഞു. എന്നിട്ടും റിപ്പബ്ലിക് ദിനം എന്നാണ് പറയണത് അതിനെ, അല്ലേ? അതൊരു ഇംഗ്ലീഷ് വേർഡല്ലേ? അതെ. ഈ ഭാഷയുടെ അടിമത്വത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. മറ്റടിമത്വത്തിന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും. ഇല്ല. ഏത്? പക്ഷെ ഭാഷ വിശാലാവുന്ന നമ്മൾ മറ്റു ഭാഷയിലെ വാക്കുകൾ കൂടി ഇങ്ങോട്ട് കടമെടുക്കണം. വേറെ എത്ര രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് പോപ്പുലറാണ്. ഞാൻ ചൈനയിൽ പോയപ്പോൾ, ഹോങ്കോങ്ങിൽ പോയപ്പോൾ അവിടെ ഒരു സ്റ്റാർ ഹോട്ടലാണ്. അവരുടെ റിസപ്ഷനിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ അവർ മൈൻഡേ ചെയ്യുന്നില്ല. സംഭവം അവർക്ക് അറിയാതെ ഇംഗ്ലീഷ്. സച്ചിൻ ടെണ്ടുൽക്കർ അറിയില്ല അവർക്ക്. ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ഞാൻ ഫോൺ ചെയ്യാനാണ് വീട്ടിലേക്ക്.
ഇംഗ്ലീഷിൽ സംസാരിച്ചവർക്ക് മനസ്സിലാവില്ല. എൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ ഇംഗ്ലീഷ് അത്ര പോപ്പുലർ അല്ല അവിടെ, അവിടെ അല്ല, പ്രാധാന്യമുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നൊരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൽ മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു. ഞാൻ തീരുമാനിച്ച കാര്യങ്ങളല്ലാട്ടോ ഇതൊന്നും. അങ്ങനെ 9ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു. 9ാം ക്ലാസ്സിൽ ഫൈനൽ പരീക്ഷയ്ക്ക് കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു, ഇനി ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നെ. അപ്പോഴാണ് ഞാൻ മനസ്സിലായി ഇതുവരെ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, ഫുൾ പാസ്സായിരുന്നു. ഇനി 100% കിട്ടുന്ന സ്കൂളാണ്. അങ്ങനെ എന്നെ നാട്ടിൽ കൊണ്ടുപോകുന്നു. തൃശ്ശൂരെ പഠിച്ചിരുന്നു. എന്ത് ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും കൂടി 9ൽ പഠിക്കാം മലയാളം മീഡിയത്തിൽ ചെന്ന് പഠിക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, പെട്ടെന്ന് ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലേക്ക് എടുക്കാൻ പറ്റില്ല, കുട്ടിക്ക് മലയാളം അറിയണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മലയാളം ഇപ്പോൾ നമുക്കറിയാമല്ലോ, മലയാളികളല്ലേ. അതല്ല, ഇതുവരെ സയൻസിൽ പഠിച്ചതും കണക്കിൽ പഠിച്ച ടേംസൊക്കെ മലയാളത്തിലേക്ക് ആവല്ലേ, അത് ഒക്കെ അതിലും ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു വർഷം കൂടി ഞാൻ 9ൽ പഠിക്കേണ്ട വന്നു, ഒന്നുകൂടി പഠിക്കേണ്ടി വന്നു മലയാളത്തിൽ പഠിക്കാൻ. പഠിക്കാൻ അപ്പോഴാണ് മനസ്സിലായി എനിക്ക് മലയാളം അറിയില്ല, ഫുൾ അക്ഷരത്തെറ്റ്.